നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി അങ്ങനെ ചെയ്ത് നോക്കാം. an minus 3n minus 1 is equal to 5 into 3 raised to n, n greater than 1, a0 is equal to 2. അപ്പോൾ ഇതായിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഒന്നിന്ന് നമ്മൾ പേരിടുക, എന്നിട്ട് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എഴുതുക. എന്താണ് ജനറൽ സൊല്യൂഷൻ? an(h) പ്ലസ് an(p). അതെന്തായാലും എഴുതിക്കോളം, മറക്കരുത്. പിന്നെ നമുക്ക് h കണ്ടുപിടിക്കാം, അതായത് an(h) ഹോമോജനസ് പാർട്ട് എന്തായാലും കണ്ടുപിടിക്കാം. അപ്പോൾ ഹോമോജനസ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലെഫ്റ്റ് സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ സംഭവം an മൈനസ് 3an മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ an ഈസ് ഈക്വൽ ടു 3an മൈനസ് 1 കിട്ടും. അപ്പോൾ ഇത് ഏത് ഫോമായി? an എന്ന് പറയുന്നത് a ഇൻറ്റു 3 റേസ് ടു n അല്ല d റേസ് ടു n ഫോമായില്ലേ. ഓക്കെ, അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോമോജനസ് പാർട്ട് കണ്ടുപിടിച്ചു. അടുത്തെന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ പാർട്ടാണ്. പർട്ടിക്കുലർ സൊല്യൂഷൻ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് ഈ 3 റേസ് ടു n എന്ന് പറഞ്ഞ പാർട്ട് നമ്മുടെ ഹോമോജനസ് പാർട്ടിലുണ്ട് ഇല്ലേ. അത് ഏതിൽ കാണാൻ പറ്റും? ഈ സൊല്യൂഷനിൽ, പർട്ടിക്കുലർ സൊല്യൂഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ ടു ആയിട്ടുള്ള ആ സംഭവത്തിൽ നമുക്ക് 5 into 3 റേസ് ടു n എന്ന് പറഞ്ഞ ടേം കാണാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ സാധാരണ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ b into r റേസ് ടു n ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ 3 റേസ് ടു n രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? bn into r റേസ് ടു n നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. എന്നാലാണ് അത് ശരിയാവുള്ളൂ. അതായത് സിൻസ് 3 റേസ് ടു n ഈസ് എ പാർട്ട് ഓഫ് ഹോമോജനസ് സൊല്യൂഷൻ അല്ലേ. ഈ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 റേസ് ടു n എന്ന് പറഞ്ഞ പാർട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഹോമോജനസ് പാർട്ടിൽ ആ സെയിം ടേം കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ b into r റേസ് ടു n പകരം നമ്മളിവിടെ എന്ത് ചെയ്യുക? ഒരു n കൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് വെച്ച് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് സംഭവം നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുക? ഇവിടെ a റേസ് ടു n അല്ല an ആണ്. an ആയതുകൊണ്ട് bn 3 റേസ് ടു n എഴുതി, മൈനസ് 3an മൈനസ് 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു n വരെ n മൈനസ് 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 റേസ് ടു n. ഓക്കെ, നമ്മൾ b ഇൻറ്റു 3 റേസ് ടു n മൈനസ് 1 നമ്മൾ പുറത്ത് കിട്ടും ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു n മൈനസ് 1 കിട്ടും. റൈറ്റ് സൈഡിൽ അപ്പോഴും 5 ഇൻറ്റു 3 റേസ് ടു n തന്നെ വരും. ഓക്കെ, ഇനി b ഇൻറ്റു ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3n മൈനസ് 3n പ്ലസ് 3 എന്ന് വരും, ഇൻറ്റു b എന്ന് വരും. ഇവിടെ നമ്മൾ ആ 3n മൈനസ് 1 ലെഫ്റ്റിലുണ്ടായ ഈ 3n മൈനസ് 1 നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. ഇവിടെ ഈ 3n ക്യാൻസൽ ആവും. അപ്പോൾ 3b എന്നായിരിക്കും. 3b ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 3 ആ വരിക. അപ്പോൾ 5 ഇൻറ്റു 3 15, b ഈസ് ഈക്വൽ ടു 15/3 5 എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് a0 ഈസ് ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ, മെയിൻ ജനറൽ ഇക്വേഷനിൽ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും ഇല്ലേ. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു a ഇൻറ്റു 3 റേസ് ടു 0. നമ്മുടെ ഹോമോജനസ് പാർട്ട് എന്തായിരുന്നു? a ഇൻറ്റു 3 റേസ് ടു n ആണ്. അപ്പോൾ a ഇൻറ്റു 3 റേസ് ടു 0 പ്ലസ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ പാർട്ട് എന്തായിരുന്നു? നമ്മൾ bn 3 റേസ് ടു n ആണ്. നമുക്ക് ബിയുടെ വാല്യൂ 5 എന്ന് കിട്ടി. അപ്പോൾ 5n 3 റേസ് ടു n കിട്ടി. അപ്പോൾ 5 ഇൻറ്റു 0 പ്ലസ് ഇൻറ്റു 3 റേസ് ടു 0 എന്ന് കിട്ടും. ഇത് ഈ ടേം ക്യാൻസലായി പോകും. അപ്പോൾ a ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി നമുക്ക് എയുടെയും ബിയുടെ വാല്യൂസ് കിട്ടി, നമ്മുടെ ജനറൽ സൊല്യൂഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? an ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 റേസ് ടു n പ്ലസ് 5n 3 റേസ് ടു n കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് ഇതുമാതിരി തന്നെ സെയിം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെയും നമുക്ക് ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ an പ്ലസ് 1 മൈനസ് 2an ഈസ് ഈക്വൽ ടു 5 a0 ഈക്വൽ ടു 1 n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇവിടെ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഹോമോജനസ് പാർട്ടിൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് a ഇൻറ്റു 2 റേസ് ടു n എന്ന് കിട്ടും. പിന്നെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ നേരത്തെ സെയിം അവസ്ഥ വരും. കാരണം വെച്ചാൽ നേരത്തെ സെയിം അവസ്ഥ വരില്ല. കാരണം വെച്ചാൽ 2 റേസ് ടു n ആണ് ഇവിടെ ഹോമോജനസ് പാർട്ടിൽ വരുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 റേസ് ടു n എന്ന് പറയുന്നത് ഹോമോജനസിൻ്റെ പാർട്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യണം b ഇൻറ്റു r റേസ് ടു n എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി. എന്നിട്ട് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം a0 ഈസ് ഈക്വൽ ടു 1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 ഈക്വൽ ടു n എവിടെയൊക്കെയാണെന്ന് അവിടെയൊക്കെ 0 ഇട്ട് കൊടുക്കുക. a ഇൻറ്റു 2 റേസ് ടു 0 മൈനസ് 5 ഇൻറ്റു 1 റേസ് ടു 0. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടും. എന്നിട്ട് നമ്മുടെ പിന്നെയും ജനറൽ സൊല്യൂഷൻ എഴുതുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ 6 ഇൻറ്റു 2 റേസ് ടു n മൈനസ് 5 എന്ന് കിട്ടും.
ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഓർഡർ ലീനിയർ നോൺ ഹോമോജിനസ് അക്കറൻസ് റിലേഷനാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്: CN(an) പ്ലസ് CN-1 an-1 പ്ലസ് CN-2 an-2 is equal to f of n, where f of n is equal to k into a raised n. ഈ സെയിം ഫോർമാറ്റ് നമ്മൾ ഫസ്റ്റ് ഓർഡർ പഠിച്ചപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ജനറൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോമോജിനസ് പാർട്ട് പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ പാർട്ടാണ്. ഇനി ഇവിടെ നമ്മൾ ഹോമോജീനിയസ് പാർട്ട് കണ്ടുപിടിക്കുമ്പോൾ 3 കണ്ടീഷൻസ് ആണല്ലോ മെയിനായിട്ടുള്ളത്. അതായത് റിയൽ ആൻഡ് ഡിസ്റ്റിങ് റൂട്ട്സ് ആണെങ്കിൽ നമ്മൾ C1 R1 റേസ് ടു n പ്ലസ് C2 R2 റേസ് ടു n വരും. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ C1 പ്ലസ് C2 ഇൻറ്റു n ഹോൾ റേസ് ടു R റേസ് ടു n വരും. ഇനി കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ R റേസ് ടു n ഇൻറ്റു C1 കോസ് n തീറ്റ പ്ലസ് C2 സൈൻ n തീറ്റ എന്ന് വരും. അപ്പോൾ ഈ 3 കണ്ടീഷൻ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. കാരണം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഈ കണ്ടീഷൻ റിയൽ ആൻഡ് ഡിസ്റ്റിങ് റൂട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് പറയുന്നത് ഇതായിരിക്കും, ചിലപ്പോൾ ഇതായിരിക്കും. അപ്പം 3 കണ്ടീഷനാണ് ഹോമോജനസ് പാർട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും നമുക്ക് 2 കണ്ടീഷൻ ഉണ്ട്. 3 കേസസ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ R(n) ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഹോമോജനസ് പാർട്ട്. നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കണ്ട മാതിരി ഹോമോജനസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ്റെ പാർട്ട് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് B ഇൻറ്റു R(n) എന്ന ഫോമിൽ എഴുതണം. ഇനി ആ R(n) എന്ന് പറയുന്നത് ഈ ഹോമോജനസ് ഹോമോജനസ് സൊല്യൂഷൻ്റെ പാർട്ടാണെങ്കിൽ പിന്നെ an ഓഫ് h is equal to C1 R1 റേസ് ടു n പ്ലസ് C2 R2 റേസ് ടു n. ഈ 2 കണ്ടീഷൻ, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, പിന്നെ അത് ഹോമോജനസിൻ്റെ പാർട്ടായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ Bn R(n) എന്ന് വരും. ഓക്കെ, ഇനി Bn² R(n) ആവുകയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? അതായത് an ഓഫ് h എന്ന് പറയുന്നത് C1 പ്ലസ് C2n ഹോൾ ഇൻറ്റു R(n) വരും. അതുപോലെ തന്നെ R(n) എന്ന് പറയുന്നത് ഹോമോജനസിൻ്റെ പാർട്ടും ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ 3 കണ്ടീഷനാണ് ഉള്ളത്. പിന്നെ ഇതും നമുക്ക് ഈ ടേബിൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇതിൽ മെയിനായിട്ട് ഈ കോസ്റ്റ് മെയിനായിട്ട് നമ്മുടെ ആദ്യത്തെ 2-3 കാണുന്ന കണ്ടീഷൻസാണ് കണ്ടിട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളൂ. ബാക്കി എന്തായാലും നോക്കി വെക്കണം, പഠിക്കരുതെന്നല്ല പറയുന്നത്. പക്ഷേ മെയിനായിട്ട് ഈ കോൺസ്റ്റൻറ്റ് പിന്നെ n² അങ്ങനത്തെ ഒരു ടൈപ്പുള്ള ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് കണ്ടുവരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ടേബിൾ എന്തായാലും പഠിച്ചു വയ്ക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ 3 കണ്ടീഷൻ റിയൽ ആൻഡ് ഡിസ്റ്റൻറ്റ് റൂട്ട് ആണെങ്കിൽ C1 R1 റേസ് ടു n പ്ലസ് C2 R2 റേസ് ടു n. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ C1 പ്ലസ് C2 ഇൻറ്റു n ഹോൾ ഇൻറ്റു R റേസ് ടു n. കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ R റേസ് ടു n ഇൻറ്റു C1 കോസ് തീറ്റ പ്ലസ് C2 സൈൻ തീറ്റ. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും. അതുപോലെ തന്നെ A ഓഫ് n ഓഫ് P കണ്ടുപിടിക്കണമെങ്കിലും 3 കേസസ് ഉണ്ട്. ഒന്നുകിൽ അത് ഹോമോജനസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം, ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ B ഇൻറ്റു R(n) എന്നൊരു ഫോം യൂസ് ചെയ്യും. ഇനി ഹോമോജനസ് സൊല്യൂഷൻ്റെ പാർട്ടാണ്, അതുപോലെ തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ Bn ഇൻറ്റു R(n) നമ്മൾ യൂസ് ചെയ്യും. ഇനി ഹോമോജനസ് സൊല്യൂഷൻ്റെ പാർട്ടാണ് an(h) is equal to C1 പ്ലസ് C2 ഇൻറ്റു n ഹോൾ ഇൻറ്റു R(n) ആണെങ്കിൽ നമ്മൾ Bn² R(n) ഫോം യൂസ് ചെയ്യും. പിന്നെ ഈ ടേബിൾ കൂടി നമ്മൾ ജസ്റ്റ് നോക്കി വയ്ക്കാം.